അതെ, ഇത് റീയൂസ് ഐഡിയയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞത് ഒരു പഴയ ഹെയർ ക്ലിപ്പാണ്. അതിങ്ങനെ ഇളകി വന്നപ്പോൾ ഞാനതിനെ ഇളക്കിയെടുത്ത്. കാണാൻ നല്ല രസമുണ്ട്, അതൊരു കുറച്ച് തിക്നെസ് ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഉള്ള സ്റ്റോൺ ചെയിൻ്റെ കളറൊക്കെ മങ്ങി. അപ്പോൾ അതിനെ ഞാൻ എടുത്തു മാറ്റി, ആദ്യം അതിനെ റിമൂവ് ചെയ്ത് മാറ്റി അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെല്ലാം ഒന്ന് ഇത് ചെയ്ത് മാറ്റി കേട്ടോ. എന്നിട്ട് സെൻറ്ററിലേക്ക് സ്റ്റോൺ ചെയിൻ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ഗ്ലൂ എടുത്ത് B7000 ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. B7000 ഗ്ലൂ ഇതുപോലെ സെൻറ്ററിലേക്ക് നമ്മൾ ഇത് കൊടുത്തു. നന്നായിട്ട് അപ്ലൈ ചെയ്യുക, കാരണം നമുക്ക് സ്റ്റോൺ ചെയിൻ അവിടെ പേസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതേ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം സ്റ്റോൺ ചെയിൻ ഞാൻ ഒരു 3 ലെയറാണ് കൊടുക്കുന്നത്. സെൻറ്ററിൽ ഒന്ന് ലെങ്ത് കുറച്ചിട്ട് 2 സൈഡും ഒരുപോലെ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും ഒരുപോലെ ലെങ്ത് വേണം. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് വേണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക. ഞാൻ ഒത്തിരി ലെങ്ത് വെച്ചില്ല, കുറച്ചൊരു ലെങ്ത് വെച്ചതേ ഉള്ളൂ. അത് നല്ല ഭംഗിയായിരുന്നു അതിന്. അടുത്ത സെൻറ്ററിലത് അതിലൊന്നും കുറച്ചുകൂടെ ലെങ്ത് കുറച്ചിട്ടായിരുന്നു. അപ്പോൾ സെൻറ്ററിലുള്ളത് കുറച്ചുകൂടെ ലെങ്ത് കുറച്ച് ഞാൻ കട്ട് ചെയ്തു. പിന്നെ വെക്കുമ്പോൾ നമ്മളവിടെ വെക്കുന്നത് ഒരേ ലെങ്തിൽ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ചെയ്യുന്നത് സെൻറ്ററിലുള്ളത് ലെങ്ത് കുറച്ചാണ്. ഇനി അടുത്തത് മൂന്നാമത്തത് വെക്കുമ്പോൾ ഫസ്റ്റത്തത് സെൻറ്ററിലുള്ളത് മാത്രം ലെങ്ത് കുറച്ചിട്ട് 2 സൈഡും ലെഫ്റ്റിലും റൈറ്റിലും വെച്ചിരിക്കുന്നത് എന്താ പറയുക ഒരേ ലെങ്തിലാണ്. ഇതുപോലെ. അപ്പോൾ ആദ്യത്തതും അവസാനത്തതും ഒരേ ലെങ്താണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. ശരിക്കും ഇതുപോലെ പഴയതായിട്ടൊക്കെ ഇരിക്കുന്ന ഹെയർ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അത് വീണ്ടും റീയൂസ് ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ലെങ്ത് ഒന്ന് നോക്കിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. കണ്ടല്ലോ, നമ്മൾ ശരിക്കും ഈ സ്റ്റോൺ ചെയിനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി ഇത് സൈഡ് വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. ഞാനിനി അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൈഡിൽ കുറച്ച് ബീഡ്സ് കൊടുക്കുകയാണ്. 2 സൈഡിലും ഓപ്പോസിറ്റ്സ്, ഒരു സൈഡിൻ്റെ ലെഫ്റ്റിലും ഒരു സൈഡിൻ്റെ റൈറ്റിലും ആയിട്ട് ആ സൈഡിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ട് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്റ്റോൺസ് വേണമെങ്കിൽ സ്റ്റോൺസ് കൊടുക്കാം, അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ്സ് വേണമെങ്കിൽ ഗോൾഡൻ ബീഡ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അങ്ങനെയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് സാധാരണ നമ്മുടെ സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ ഹെയർ ബോ ചെയ്തിട്ട് ഇതേ രീതിയിലും ചെയ്തെടുക്കാം. ഇത് ഞാൻ സൈഡിലേക്ക് കുറച്ച് ബീഡ്സ് ഇതുപോലെ കട്ട് ബീഡ്സ് ഒരു 3 ലെയറായിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ലെങ്തിൽ എത്ര ബീഡ്സ് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വയ്ക്കുന്നതൊക്കെ. ഞാൻ ഇങ്ങനെ കുറച്ച് ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുത്തു. അതുപോലെ ഗ്ലൂ നന്നായിട്ട് നമ്മൾ എപ്പോൾ ചെയ്താലും ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. പിന്നെ അത് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് അങ്ങ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്യുക. അതിനുശേഷം അടുത്ത് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വീണ്ടും ഞാൻ കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇതേ കാര്യം തന്നെയാണ് ഓപ്പോസിറ്റ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കണ്ടല്ലോ, അത് ആ ഒരു റെഡിലൊരു വൈറ്റ് വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു എലഗൻറ്റ് ലുക്കായി കഴിഞ്ഞു, ഒരു പ്രത്യേക ഭംഗിയായി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതുപോലെ അടുത്ത സൈഡിലും. ഇനി നിങ്ങൾക്ക് രണ്ടും ഒരേ സൈഡിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 4 സൈഡിലും വേണമെങ്കിലും കൊടുത്ത് ചെയ്യാം. ഞാനിത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് മാത്രമേ ചൂസ് ചെയ്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മാത്രമല്ല, ഇതൊക്കെ നമുക്ക് മുതിർന്നവർക്കും യൂസ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിന് പകരം നമുക്ക് സെൻറ്റർ ക്ലിപ്പ് കൊടുത്താലും മതിയാവും. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യും. ഇനി ഇതിൻ്റെ ഇടയിൽ സ്റ്റോൺസ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ സ്റ്റോൺസും കൊടുക്കാം, നമുക്ക് ഗോൾഡൻ ബീഡ്സും കൊടുക്കാം. ഞാൻ പിന്നെ ഓൾറെഡി ഒത്തിരി വലുതല്ല, കുറച്ചൊരു മീഡിയം ടൈപ്പിലുള്ള ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഓൾറെഡി ഈ സ്റ്റോൺ ചെയിൻ കൊടുത്തത് കൊണ്ട് ഞാൻ വേറെ സ്റ്റോൺസ് ഒന്നും കൊടുത്തില്ല. കണ്ടല്ലോ, ഇപ്പോൾ നല്ല ഭംഗിയായില്ലേ? ശരിക്കും ഒരു നല്ലൊരു ലുക്കായി കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ഹാങ്ങിങ്സിലേക്ക് ഒരു 3 ബീഡ്സ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ബീഡ്സ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ വൈറ്റ് ബീഡ്സ് ഇല്ലേ, പേളുണ്ടെങ്കിൽ പേളെടുക്കാം. അതെടുത്തതിന് ശേഷം നമ്മൾ കോർക്കുന്ന ഹോളില്ലേ, ആ ഹോളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്റ്റോൺ ചെയിൻ അതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ എഡ്ജൊന്ന് ആ ഹോളിൻ്റെ സൈഡിലേക്കൊന്ന് അറ്റാച്ച് ചെയ്താൽ മതി. പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ഇളകിപ്പോവും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ സ്ഥിരമായി നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഇളകി വരെ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ടിരിക്കും. കണ്ടല്ലോ, അടുത്തതും അവിടെ 3 എണ്ണം ഞാൻ ഇതുപോലെ കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ 2 എണ്ണം കൊടുത്തപ്പോൾ തന്നെ ഒരു പ്രത്യേക പനി. ഒരു സെൻറ്ററിലുള്ളതിന് കൊടുക്കുന്നത്, കാരണം സെൻറ്ററിലുള്ളതിന് കൊടുക്കാതിരുന്ന ഒരു വൃത്തികേടായി പോവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്ലൂ പ്രസ് ചെയ്യുക.
അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്റ്റോൺ ചെയിനിലേക്ക് ആ എഡ്ജിൽ സ്റ്റോൺ ചെയിനിൽ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, അതങ്ങ് ഫിക്സ് ആയിക്കോളൂ അവിടെ. പിന്നെ ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ശരിക്കും ബ്യൂട്ടിഫുൾ ആയി കഴിഞ്ഞു. നിങ്ങൾ നോക്കി, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ് ചെയ്തെടുത്തപ്പോൾ എത്രയോ ഭംഗിയായി മാറിയത്. ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നമുക്ക് പല വെറൈറ്റി രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഫെൽറ്റ് ഷീറ്റ് എടുത്ത് ഫെൽറ്റ് ഷീറ്റിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം പുറകിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫെൽറ്റ് ഷീറ്റ് പല കളറിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഫെൽറ്റ് ഷീറ്റ് ഇല്ല എങ്കിലും കുഴപ്പമില്ല, നമുക്ക് പുറകിൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാക്സ് സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ അതും അപ്ലൈ കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണ് കൊടുത്തത്. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ബോ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് മാത്രമല്ല സെൻറ്റർ ക്ലിപ്പും കൊടുക്കാം. നോക്കിയേ, വളരെ സിമ്പിളായിട്ട് ഒരു റീയൂസ് ആയിട്ട് ചെയ്തതാണ്, വേണ്ടാതിരുന്ന ഒരു ഹെയർ ക്ലിപ്പിനെ ചെയ്തതാണ് ഇത്രയും ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും